ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴത്തേനൊന്ന് മത്തി മീനാണ് കിട്ടിയത്. നല്ല വലിയ മത്തിയാണ് കിട്ടിയത് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, കുടിഞ്ഞു പോകാതിരിക്കും. ഇതേ കണ്ടില്ലേ, നല്ല വലിയ മത്തിയാണ് കിട്ടിയത്. ഇന്ന് എല്ലാത്തിനും താമസിച്ച്, കാരണം രാവിലെ മോനെ കൊണ്ടുവന്നിട്ട് പള്ളിയിൽ വിടണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് രണ്ട് കുത്തിയൊക്കെ ഉണ്ടായിരുന്നു ഫീൽഡിൽ. അത് കഴിഞ്ഞിട്ട് തന്നെ മാർക്കറ്റിൽ പോയി മീനെല്ലാം മേടിച്ചിട്ട് അതുകൊണ്ട് തന്നെ താമസിച്ച് പോയി. ഇന്ന് പിന്നെ തേങ്ങ അരച്ചുള്ള കറിയായിരുന്നു 2-3 ദിവസം കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു മത്തി മീനെ പുളിമുളകൊന്നും പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയില്ല. മൂത്തവനും ഇഷ്ടമില്ല, ബാക്കി ഇളയ 2 പിള്ളേർക്കും ഇഷ്ടമില്ല. എനിക്കും എൻ്റെ ഭർത്താവിന് മാത്രമേ മുളകിട്ട കറി ഇഷ്ടമുള്ളൂ. ഇവന്മാർക്ക് വറുത്ത് കൊടുക്കാം. വറുത്ത് കൊടുത്ത കറി ഉണ്ടെങ്കിലും വലിയ കറി കൂട്ടി കഴിക്കൽ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവന്മാർക്ക് വറുത്ത് കൊടുക്കാം. പച്ചക്കറി വെച്ചാലും വറുത്തരച്ച മീൻ കറി വെച്ച് കഴിഞ്ഞാലൊന്നും ചിലവില്ല, അങ്ങനെ ഇരിക്കും. പിന്നെ പിറ്റേ ദിവസം 2 ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ 3ൻ്റെ അന്ന് പിന്നെ അതൊന്നൊന്ന് കളയണം. അതുകൊണ്ട് പിന്നെ ഞാൻ എന്ന് വിചാരിച്ചു എന്താണെങ്കിലും മുളകിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മത്തി ഞാൻ പറഞ്ഞില്ലേ മുളകിട്ട് വറ്റിച്ച വയ്ക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ നീളൻ അരിയാൻ നിൽക്കരുത്. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചാറുമായിട്ട് നന്നായിട്ട് വഴണ്ട് സെറ്റാവുകയെ. അതുകൊണ്ട് ഞാനിങ്ങനെ വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞിട്ടേക്കുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ്. നീളൻ ഇരിക്കുമ്പം നമ്മളിങ്ങനെ കഴിക്കുമ്പോഴത്തേനും അത് കടുകടുകടയെന്നിരിക്കുവേ. ഇതാകുമ്പോഴത്തേനും നന്നായിട്ട് വഴണ്ട് മീനുമായിട്ട് അങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ ആണ് ഞാൻ ചെയ്യുന്നത്. ഉലുവ അത്യാവശ്യം എണ്ണയിൽ നന്നായിട്ട് തന്നെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നിട്ട് കൊടുക്കാം. സ്പൂണൊന്നുമില്ല, എൻ്റെ കൈ തന്നെയാണ് എൻ്റെ സ്പൂൺ കേട്ടോ. നമ്മൾ സ്പൂണിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ഇതൊക്കെ ഒരു മെനക്കെട്ട പരിപാടിയാണ്. നമുക്ക് ദൈവം 2 കൈ തന്നിരിക്കുന്നത് നമ്മുടെ കൈയെ പ്രയോജനപ്പെടുത്താനല്ലേ. അപ്പം മാക്സിമം നമ്മളെ കൈയിൻ്റെ ചൂട് എണ്ണയിൽ നമുക്ക് കൈ വയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പാത്രത്തിൽ നിന്ന് സാധനങ്ങൾ പുറക്കി എണ്ണയിലിടാമല്ലോ, അപ്പോൾ നമ്മളത് കൈ ഉപയോഗിക്കാം. ഇനി നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ആദ്യമേ ഇതിൻ്റെ കൂട്ടത്തിൽ ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ. ഈ ഇളക്കുന്നതിൽ ഉപ്പിട്ട് കൊടുക്കരുത്. നമ്മളിതൊന്ന് നന്നായിട്ടിങ്ങനെ അത്യാവശ്യം കണ്ടോ ഇങ്ങനെ ഒന്ന് ഇളക്കി എണ്ണയുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരുന്ന സമയത്തിന് നമ്മളിതിനായിട്ട് ഉപ്പിട്ട് കൊടുക്കണം. അതുവരെ നമ്മൾ വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് പെട്ടെന്ന് കരിയൊന്നുമില്ല. അത്യാവശ്യം ആദ്യം ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് പിന്നെ ഒന്ന് നമുക്ക് സിമ്മിലിട്ട് കൊടുക്കാം. ആ സമയത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വഴറ്റുമ്പോഴത്തേനുണ്ട് ആ ഒരു നല്ലൊരു അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ട് വഴണ്ട് നല്ല ഒരു പരുവത്തിൽ നമുക്ക് ഇത് കിട്ടും. ഇനി ഇത് അത്യാവശ്യം ഒന്ന് നടന്ന് വഴകട്ടെ. അതിനുശേഷം നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ പൊടികളെല്ലാം ഒന്ന് പോയി എടുത്തിട്ട് വരാവേ. കറിയെല്ലാം അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. ഇത് ഞാനിങ്ങനെ എല്ലാം ഒരുമിച്ചാണ് എടുത്ത് വച്ചേക്കുന്നത്. ഇതിലിട്ടേക്കുന്ന സാധനങ്ങളെന്ന് പറയുമ്പോൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചെറിയ ഇതും കൂടെ ഇടുന്നുണ്ട്. ആദ്യമേ ഈ സംഭവം ഇട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ, കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇത് മുളക് പൊടി ഇടുന്ന കൂട്ടത്തിലാണ്. കണ്ടോ, വലിയ ജീരകമാണേ. അതും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു ഫ്ലേവർ വരും. അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കൈ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയും പൊടികളുമായിട്ട്
ഉള്ളിയും എല്ലായിട്ടൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 ടൊമാറ്റോ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്ന് എൻ്റെ 2 പൊടിയന്മാരും കൂടെ അത്യാവശ്യം 2-3 പീസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലൊരു 1.5 ടൊമാറ്റോ വരുള്ളൂ. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെന്ന് പറഞ്ഞാൽ 1 ടൊമാറ്റോ ഇതിനോടൊപ്പം തന്നെ അടിച്ച് ചേർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുളകിട്ട കറിയുടെ ആ ഒരു കമർപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കുടംപുളി ഇടുന്നുണ്ട്. അപ്പം അതെങ്ങനെ ഒന്ന് വഴറ്റി അങ്ങനെ ഒന്ന് വയ്ക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊപ്പം ഞാൻ പറഞ്ഞില്ലേ 1 ടൊമാറ്റോ അടിച്ചും കൂടി ചേർക്കുന്നുണ്ട്. ഈ ടൊമാറ്റോ അടിച്ച് ചേർക്കുന്നത് എന്തിനെന്നറിയാമോ? നമ്മുടെ കറിയുടെ എരിവൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ 1 ടൊമാറ്റോയുടെ ചാറ് നമ്മൾ അടിച്ച് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചങ്കിന് പിടിക്കുന്ന എത്ര എരിവ് കഴിഞ്ഞാലും ആ ടൊമാറ്റോ അടിച്ച് ചേർക്കുമ്പോഴത്തേനുണ്ട് അത്യാവശ്യം കണ്ടോ നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. കറി വെച്ച് കഴിയുമ്പോൾ ഇച്ചിരിയേ കാണുള്ളൂ കേട്ടോ, എന്നാലും അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിതിനകത്തോട്ട് നേരത്തെ ടൊമാറ്റോ അടിച്ച ആ ഒരു ഇതിൻ്റെ കുറച്ച് വെള്ളം, മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അതൊന്ന് കലക്കി കൊടുക്കുക. ഇങ്ങനെ ഇത് പുളിയാണ്. ഞാൻ 3 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് 3 കഷ്ണത്തിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം 2 കഷ്ണം പുളി, മുഴുത്ത പുളിയാണേ. അതുകൊണ്ട് തന്നെ 2 കഷ്ണം പുളിയുടെ ആവശ്യമേ ഉള്ളൂ. അതൊന്ന് താത്തി വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ ഇതിൽ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരണ്ടേ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിൽ എല്ലാവരും ഇത് തന്നെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താണേലും എൻ്റെ ഒരു ടിപ്പ് പറഞ്ഞു തരുവാണ്. നമ്മൾ ഒരിക്കലും തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത്. നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഇതിലോട്ട് ഒഴിക്കണം. ഞാൻ തിളപ്പിച്ചെടുത്ത വെള്ളമാണ്, അത് തന്നെ ഇതിനകത്തോട്ട് ഒഴിക്കണം. ഇത്രയും മതിയാവും. എന്നിട്ട് നമ്മളൊന്ന് കറക്കി കൊടുക്കുക. കണ്ടോ, ഇത്രയും വെള്ളം ഇതിന് ആവശ്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക. ഇനി ഇതിന് ഒരു തിളയൊക്കെ വരണം. ഒരു 1-2 തിളയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനുണ്ട് നമുക്കിതിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇറക്കിയിട്ട് കൊടുക്കാം. അത്യാവശ്യം എൻ്റെ ചോറ് വാർക്കാറായിട്ടുണ്ട്. വിശന്ന കുടലും കരിയുന്ന മണവും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഒന്ന് തയ്യാറാക്കിയിട്ട് തിള വരട്ടെ, നമുക്ക് മീനിട്ട് കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ പതുക്കെ പറക്കി ഇട്ട് കൊടുക്കാം. മീൻകറിക്ക് വലിയ ചിലവില്ലാത്തതുകൊണ്ട് വറുത്ത മീനാണ് ഇവിടെ ചിലവ്. അതുകൊണ്ട് ഇത്രയും മതിയായിരിക്കും നമുക്ക് കറിയിലത്തേക്ക്. നമ്മൾ പതുക്കെ തവി വെച്ചിട്ട് ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഇത്ര മീൻ ഇരിപ്പുണ്ട്. ഇതിന് മസാല തട്ടി നമുക്കൊന്ന് വറുക്കാൻ വയ്ക്കാം. ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയോ വെളുത്തുള്ളി ചതച്ചതോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മത്തി മീനായതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പം ഞാൻ പിള്ളേർക്ക് കൊടുക്കുന്നതായതുകൊണ്ട് എല്ലാം എരിവൊക്കെ ഒന്ന് കുറച്ച്, അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മക്കൾക്ക് കൊടുക്കുമ്പോഴത്തേനും ചേർക്കാറില്ല. മുളക് പൊടിയൊക്കെ ആണെങ്കിലും കാശ്മീരിയാണ്. പിന്നെ കുരുമുളക് ചേർക്കുന്നത് എന്താണോ പിള്ളേർക്ക് 2 പേർക്കും ഇഷ്ടമാണ്. മുളക് പൊടി ഇതിലെപ്പോഴും കുറവായിരിക്കും. ഇങ്ങനെ ഒന്ന് തുറന്ന് ചോറ് കഴിക്കാനുള്ള സമയമായി.
നമ്മൾ ചോറ് കഴിക്കാം. അമ്മമ്മ കഴിക്കാം കേട്ടോ. അമ്മമ്മ കഴിക്കാം. ചൂടാണേ മോന്, തൊടല്ലേ കേട്ടോ. ഇനി ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മീനൊക്കെ വറുത്തു. ഞങ്ങൾ 3 പേര്. മീമി മീമി തരാം. ചോറ് എല്ലാ വീട്ടിലും പിള്ളേർ ഊതി 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 കഴിച്ചു. കൊള്ളാമോ? പോട്ടെ പോട്ടെ പോട്ടെ. നീ 2 മീൻ കൊണ്ടുവന്നോ?